ഗുരുവായൂർ ക്ഷേത്രത്തിലെ റീൽസ് ചിത്രീകരണത്തിന് ഫാഷൻ ഇൻഫ്ലുവൻസറും ബിഗ് ബോസ് മത്സരാർത്ഥിയുമായ ജാസ്മിൻ ജാസ്ഫറിനെതിരെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ അരുൺകുമാർ ട്രൈബൽ പോലീസിന് നൽകിയ പരാതി നൽകിയിരുന്നു. കോടതി വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നടപ്പുരയിലും നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള ക്ഷേത്ര തീർത്ഥക്കുളത്തിലും ജാസ്മിന്റെ റീൽ ചിത്രീകരിച്ചെന്നാണ് പരാതി. 3 ദിവസം മുമ്പ് ജാസ്മിൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച റീലാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത്. സംഭവം വിവാദമായതോടെ ജാസ്മിൻ റീല് നീക്കം ചെയ്യുകയും ചെയ്തു. സമൂഹമാധ്യമങ്ങളിലെ സംഭവത്തിൽ ജാസ്മിൻ ഖേദപ്രകടനം പേടിക്കുകയും ചെയ്തു. എന്നെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഞാൻ ചെയ്ത ഒരു വീഡിയോ ബുദ്ധിമുട്ടുണ്ടാക്കിയതായി മനസ്സിലാക്കുന്നു. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചോ ചെയ്തതല്ല. അറിവില്ലായ്മ കൊണ്ട് എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ തെറ്റിന് ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. ജാസ്മിൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ കുറിച്ചതിങ്ങനെ. ഇപ്പോഴിതാ ഈ പ്രശ്നങ്ങൾക്കിടെ ജാസ്മിനെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഗബ്രി. ജാസ്മിനെ ചേർത്ത് പിടിച്ചുള്ള ഒരു ചിത്രമാണ് ഗബ്രി ഷെയർ ചെയ്തിരുന്നത്. വഴുതി വീഴുന്നത് മനുഷ്യസഹജമാണ്. അത് ഏറ്റുപറയാൻ ധൈര്യം വേണം. വളരാൻ അത് കഴുത്തേക്കും എന്നർത്ഥം വരുന്ന വരികളാണ് ഗബ്രി ചിത്രങ്ങൾക്കൊപ്പം കുറിച്ചിരിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏറ്റവും ചർച്ചപ്പെട്ട കോംബോകളിൽ ഒന്നായിരുന്നു ജാസ്മിൻ ജാഫർ ഗബ്രി ജോഡി. ഫാൻസിനോളം തന്നെ ഹേറ്റേഴ്സും സമ്പാദിച്ച ഈ കൂട്ടുകെട്ട് ബിഗ് ബോക്സിനകത്തും സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായിരുന്നു. ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ഒട്ടേറെ വിമർശനങ്ങൾ നേരിട്ടപ്പോഴും പരസ്പരം ചേർത്ത് പിടിക്കാൻ ഇവർ ശ്രമിച്ചു. ആ സൗഹൃദം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഇരുവരും തുടരുകയാണ്.